നമസ്കാരം. 13,000 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച് രാജ്യം വിട്ടുപോയ മെഹുൽ ചോക്സി എന്ന് പറയുന്ന ഇന്ത്യൻ വ്യവസായി ഇപ്പോൾ ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ബെൽജിയത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളായിട്ടുള്ള CBIയും EDയും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന സിനിമയിൽ കുതിരവട്ടം പപ്പു അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം പറയുന്ന പോലെ ദിപ്പ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന ആരെയാണ് ഇന്ത്യ ഗവൺമെൻറ്റും ഈ അന്വേഷണ ഏജൻസികളും ഇത്രയും നാളുകൾക്കിടയിൽ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്? പാർലമെൻറ്റിൽ തന്നെ കൊടുത്തൊരു കണക്കുണ്ട്. ഏതാണ്ട് 71 പേരാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വെട്ടിപ്പും കൊള്ളയും ഒക്കെ നടത്തി വിദേശത്തേക്ക് കടന്ന് സുഖമായിട്ട് വാഴുന്നത്. അവരിൽ ചില പ്രമുഖരുടെ പേരുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മെഹുൽ ചോക്സി, നിരവ് മോദി, ലളിത് മോഡി, അതുപോലെ തന്നെ വിജയ് മല്യ തുടങ്ങിയ വ്യവസായികൾ കൂട്ടത്തിൽ പെടുകയാണ്. ഇവരെയൊക്കെ ഇപ്പം കൊണ്ടുവരും എന്ന് പറയുന്നതല്ലാതെ വർഷങ്ങളായിട്ട് ഇവർ വിദേശത്ത് പലരും സുഖമായി വാഴുന്ന സ്ഥിതിയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് മെഹുൽ ചോക്സിയുടെ കേസിൽ ഒരു അറസ്റ്റ് നടന്നത്. അപ്പോൾ മെഹുൽ ചോക്സി ഇത്തരത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കൊള്ള നടത്തി രാജ്യം വിട്ടത് 2018 ജനുവരിയിലാണ്. അങ്ങനെ രാജ്യം വിട്ടുപോയ മെഹുൽ ചോക്സി ആൻറ്റിഗ്വ എന്ന രാജ്യത്ത് പൗരത്വം സ്വീകരിച്ചു. അവിടെ പൗരത്വം സ്വീകരിച്ചതിന് ചില എളുപ്പ വഴിയുണ്ട്. അവിടെ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്ര രൂപയുടെ അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ പൗരത്വം കൊടുക്കുക എന്നുള്ള രീതി ചില രാജ്യങ്ങൾക്കുണ്ട്. അതിലെ ഒരു രാജ്യമാണ് ആൻറ്റിഗ്വ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആൻറ്റിഗ്വയുടെ പൗരത്വം ഈ മെഹുൽ ചോക്സി സ്വീകരിക്കുകയും അവിടെ അങ്ങനെ വാഴുകയും ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായൊരു ശ്രമവും നടത്തിയില്ല. ഈ ആൻറ്റിഗ്വ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനെ കുറ്റവാളികളായി ഒരു രാജ്യത്ത് നിന്ന് ബാങ്കുകളെയൊക്കെ കബളിപ്പിച്ച് കൊള്ള നടത്തി പോകുന്ന ആളുകൾക്ക് പൗരത്വം കൊടുത്ത് സംരക്ഷിക്കേണ്ട ഒരു രാജ്യമൊന്നുമല്ല ആൻറ്റിഗ്വ, ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും കാര്യമായൊരു നടപടിയിലേക്കും ഈ CBIയും EDയും പോലെയുള്ള അന്വേഷണ ഏജൻസികൾ പോയില്ല എന്നുള്ളതാണ് വസ്തുത. അവിടുത്തെ 2021 മെയ് മാസത്തിൽ അദ്ദേഹം അനധികൃതമായി ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന തൊട്ടടുത്തൊരു രാജ്യത്തേക്ക് കടന്നു. ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ അനധികൃതമായി കടന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ആ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ശക്തമായൊരു ഇടപെടൽ നടത്തിയില്ല ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ. തുടർന്ന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ ആൻറ്റിഗ്വയിലേക്ക് തിരിച്ചയച്ചു. ആൻറ്റിഗ്വയിലും അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം ബെൽജിയത്തിലേക്ക് കടന്നത്. അദ്ദേഹത്തിന് ബെൽജിയം പൗരത്വം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, അത് വ്യക്തമായി നമുക്കറിയില്ല. എന്തായാലും ഈ മെഹുൽ ചോക്സിയുടെ ഭാര്യ പ്രീതി ചോക്സി ബെൽജിയം പൗരയാണ്. ഏതായാലും അങ്ങനെ ബെൽജിയത്തിൽ അറസ്റ്റിലായപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രൊപ്പഗാൻഡ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ വാദിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായൊരു ക്യാൻസർ രോഗമുണ്ട്. അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നത് ശരിയായ ഒരു തീരുമാനമായിരിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വാദിക്കുന്നതിനാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുടെ ഒരു നീക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ അധികൃതരുടെ, ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ വാദമുഖങ്ങൾ എത്രമാത്രം ആൻറ്റ്വർപ്പിലെ ആ കോടതിയിൽ വിജയിക്കും എന്ന് നമുക്കറിയില്ല. ഇതിന് മുമ്പുള്ള നമ്മുടെ അനുഭവങ്ങളും ഇത്തരത്തിൽ ഇവരെയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ ചില തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ചോക്സിക്കൊപ്പമുള്ള ഒരു കൂട്ടുപ്രതിയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള നിരവ് മോഡി. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിൽ ജയിലിലാണ്. അദ്ദേഹത്തെയും തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ അങ്ങനെ ഒരു അവതാളത്തിലായി കിടക്കുകയാണ്. അദ്ദേഹത്തെ തിരിച്ചയക്കുന്നതിന് അവിടുത്തെ കോടതികൾ തയ്യാറാവുമ്പോൾ
ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളും സർക്കാരും വേണ്ടത്ര ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നില്ല. ഒരു ഘട്ടത്തിൽ നീരവ് മോദിക്ക് എതിരായിട്ട് ഒരു വക്കീലിനെ വെച്ച് ലണ്ടനിലെ കോടതിയിൽ വാദിക്കുന്നതിനുള്ള ശ്രമം പോലും ഉണ്ടായില്ല. കോടതിയുടെ ശക്തമായ വിമർശനത്തെ തുടർന്നാണ് കേസിൽ ഒരു വാദത്തിന് വേണ്ടി ഒരു വക്കീലിനെ വെക്കാൻ പോലും ഇന്ത്യയിലെ ഈ അന്വേഷണ ഏജൻസികൾ തയ്യാറായത് എന്നാണ് റിപ്പോർട്ട്. മറ്റൊരാളെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കിങ് ഫിഷറിൻ്റെ ഉടമസ്ഥൻ മദ്യരാജാവ് എന്ന് പറയുന്ന വിജയ് മല്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം 8,000 കോടി രൂപ ഒരു ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുക്കുകയും അത് തിരിച്ചടയ്ക്കാതെ കുടിശ്ശികയായി വന്നപ്പോൾ 2016 മാർച്ചിൽ പാർലമെൻറ്റിൽ നിന്നാണ് അദ്ദേഹം ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞ് രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹത്തെ പിന്നീട് ലണ്ടനിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതായ സ്ഥിതി വന്നു. അപ്പോഴും ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികൾ കാര്യമായൊരു എഫർട്ട് തിരിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടി നടത്തിയില്ല. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഇപ്പോൾ അദ്ദേഹം ലണ്ടനിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കേസിൽ വളരെ വിചിത്രമായ ചില വാദഗതികളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് വിജയ് മല്യ കേസിൽ വാദിച്ചത് ഇന്ത്യയിലെ കോടതികളിൽ, ഇന്ത്യയിലെ ജയിലുകളിൽ ജീവിക്കാൻ സാധിക്കില്ല, വലിയ ബുദ്ധിമുട്ടാണ്, അത്ര വൃത്തികെട്ട ഗുണ്ടകളും അതുപോലെ ക്രിമിനലുകളും ഒക്കെ വരുന്ന ജയിലാണ് ഇന്ത്യയിലെ തീഹാർ ജയിൽ പോലുള്ള ജയിലുകൾ. അവിടെ ജീവിക്കുക എന്ന് പറയുന്നത്, എന്നെ അങ്ങോട്ട് വിടുക എന്ന് പറയുന്നത് മരണത്തിന് വിധേയമാക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെയുള്ള വാദമുഖങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്കൊന്നും കൊണ്ടുപോകില്ല, മുംബൈയിൽ തന്നെയുള്ള ആർദർ റോഡ് ജയിലിലായിരിക്കും അദ്ദേഹം പാർപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മല്യയുടെ അഭിഭാഷകർ ഉന്നയിച്ച വാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജയിലുകളിൽ സൂര്യപ്രകാശം കിട്ടില്ല, കാറ്റ് കടക്കില്ല, അത്ര മോശപ്പെട്ട അവസ്ഥയാണ് ഇന്ത്യയിലെ ജയിൽ. ക്രിമിനലുകളുടെ ഒരു സംഘമാണ് ഇന്ത്യൻ ജയിലുകളിലുള്ളത്. അതുകൊണ്ട് എൻ്റെ ജീവന് അവിടെ സുരക്ഷിതത്വമില്ല, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഉറപ്പില്ല എന്നുള്ളൊരു വാദങ്ങളൊക്കെ ഉന്നയിച്ചു. അതുകൂടാതെ തന്നെ അപ്പോൾ ലണ്ടനിലെ ജഡ്ജി പറഞ്ഞൊരു കാര്യം, അവിടുത്തെ സെല്ലിൻ്റെ നട്ടുച്ചയ്ക്കുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ച് നിങ്ങൾ നൽകണം, അത് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് കൂടാതെ തന്നെ മറ്റൊരു വാദവും കൂടി അദ്ദേഹം ഉന്നയിച്ചു. എനിക്ക് ഇന്ത്യയിലെ ജയിലുകളിലെല്ലാം ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുന്തുകാലിലിരിക്കുന്ന തരത്തിലുള്ള ക്ലോസറ്റുകളാണുള്ളത്, അതിലിരിക്കാൻ എനിക്ക് കാലുവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് സാധിക്കാത്ത സ്ഥിതിയുണ്ട്, അതുകൊണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് അനുവദിക്കണം, അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ, യൂറോപ്യൻ ക്ലോസറ്റിൽ മാത്രമേ എനിക്ക് ഇരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വാദമൊക്കെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ജാമ്യം കിട്ടി ലണ്ടനിൽ ജീവിക്കുകയാണ്. ഈ വീഡിയോ ചിത്രീകരിച്ച് എത്തിച്ചോ, ഇന്ത്യൻ ക്ലോസറ്റ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞോ, കാറ്റും വെളിച്ചമുള്ള മുറി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും ഈ അന്വേഷണ ഏജൻസികൾ പറഞ്ഞതായിട്ടോ പിന്നീട് ജാമ്യം കിട്ടിയ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടിരുന്നതിനുള്ള എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ 2016 ശേഷം ഇത് 2025 എത്തി നിൽക്കുകയാണ്. ഇതുവരെ വിജയ് മല്യയുടെ കേസിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. IPL ക്രിക്കറ്റിൻ്റെ ഉപജ്ഞാതാവ് കൂടിയായിട്ടുള്ള ലളിത് മോഡി 5,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്നു പോയിരിക്കുകയാണ്. അദ്ദേഹം എവിടെയാണെന്നോ എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ വെയർ അബൌട്ട്സിനെ കുറിച്ച് യാതൊരു വിവരവും നമുക്കാർക്കും ഇല്ല. പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 72 ഇന്ത്യക്കാർ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തി, കൊള്ളയും നടത്തി വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്. അതിൽ 2 പേരെ മാത്രമാണ് നാളിതുവരെ ഇന്ത്യ ഗവൺമെൻറ്റിന് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനയ് മിത്തൽ, സണ്ണി കൽറ എന്ന് പറയുന്ന 2 വ്യവസായികളെ മാത്രമാണ് ഇതിനകം ഇങ്ങനെ വിദേശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള 70 പേരും വിദേശത്ത് സസുഖം വാഴുകയാണ്. ചിലരൊക്കെ ചില സാഹചര്യങ്ങളിൽ അറസ്റ്റിലാകപ്പെടുകയും ജയിലിലാകപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട് അവിടെ വാഴുകയാണ്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥ, ഇന്ത്യൻ ജയിലുകളുടെ അവസ്ഥ, ഇന്ത്യൻ ജയിലുകളിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലാത്ത ദയനീയമായ സ്ഥിതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞുള്ള വാദമുഖങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ
വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് ഈ വാദമുഖങ്ങളൊക്കെ ഏൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ ഇതിപ്പം ശരിയാക്കുക എന്ന് പറയുന്നതല്ലാതെ ഈ പറഞ്ഞ മെഹുൽ ചോക്സിയെയും നീരവ് മോദിയും വിജയ് മല്യയും ലളിത് മോഡിയും ഒന്നും കൊണ്ടുവരുന്നതിനുള്ള കാര്യമായൊരു ശ്രമവും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. അടുത്ത കാലത്തൊന്നും അവരെ ഈ കേസുകളിൽ ഉൾപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരുന്ന സ്ഥിതിയും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഉറപ്പാണ്. നമസ്കാരം.